അമ്മയ്ക്ക് തൂവല് വേണോ? വേണ്ട, കൊറേ കിട്ടി മേടിച്ച്. 5 ഇങ്ങോട്ടും 5 വീട്ടിലേക്ക്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നോക്കാം. അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനവും ഉണ്ട്. കൊണ്ടുവന്നതിലാണ് അതിന്റെ മഹത്വം. ഇന്നത്തെ കോട്ട് നമ്പർ 1. എന്റെ വീട്ടിൽ പോയി ഒരു മരണം പറയാ. അപ്പൊ മരണങ്ങളുടെ ഘോഷയാത്രയാണ് കുറച്ച്. ഇതെന്നാന്ന് എനിക്ക് പിടികിട്ടിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെന്നതാ പോലും. അതൊരു പാന്റാ. അതെന്താ 357 അവിടെ ഇത് വലുതാടി. മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ അമ്മയ്ക്ക്? അപ്പ ദോശ തിന്ന് കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ദോശ? കേമനാണോ? സാമ്പാറോ? അമ്മയ്ക്ക് തൂവല് വേണോ? വേണ്ട, കൊറേ കിട്ടി. ഏറ്റുവാങ്ങാൻ പറ്റൂല. എന്നാന്നറിയാമോ, ഏറ്റുവാങ്ങാനുള്ള ആരോഗ്യം ഇല്ല സന്ധ്യയ. ഇതെന്നെ ഈ കയ്യിലിങ്ങനെ മറിഞ്ഞു നടക്കണത്. ഈ കയ്യിൽ അമ്മ എടുക്കാറില്ലല്ലോ. അത് അമ്മയ്ക്ക് അത്ര ഏന ഇല്ല. അത് മാർജിൻ ഫ്രീലാ. പക്ഷെ ഇങ്ങനത്തെ കയ്യിൽ അമ്മയ്ക്ക് ഇച്ചിരി ഏനം കുറവാന്ന് എനിക്ക് തോന്നുന്നു. ശീലാവണങ്ങി ബുദ്ധിമുട്ടാ. നിനക്ക് ഇത് വെക്കാം. ബിജു മേടിച്ചു തന്ന ക്രീം ബൺ ഇവിടെ ഉണ്ട്. എന്നാ അത് ഒരെണ്ണം കഴിക്കാം ആദ്യം. അല്ലെങ്കിൽ ആദ്യം ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് ക്രീം ബൺ ദോശ കഴിക്കാം. കാരണം മധുര അവസാനം കഴിക്കാം. മതി, മീൻകറി എടുത്തോണ്ട് വരാം. അവനില്ലേ 10 ക്രീം ബൺ മേടിച്ച് 5 ഇങ്ങോട്ടും 5 വീട്ടിലേക്കും. ഞാൻ കാറിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കാറിൽ വെച്ച് തന്നെ. മധുര എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ 2 ക്രീം ബൺ, ഞങ്ങൾക്ക് അവൻ കഴിക്കാനായിട്ട് സമോസ മേടിച്ചായിരുന്നു കാറിലിരുന്ന് കഴിക്കാൻ. അപ്പൊ അത് കഴിച്ച് കവറിനകത്ത് ഞാൻ 2 എടുത്ത് വെച്ചേച്ച് ബാക്കി ആ ബോക്സിൽ 3 വെച്ച്. പിന്നെ 20 അല്ല. എന്നാണെങ്കിലും അവൻ ഞങ്ങൾക്ക് കഴിക്കാൻ സമോസ അതൊന്നാ മീൻകറി. നിങ്ങളപ്പോ യാത്ര പോയേക്കുവായിരുന്നല്ലേ? എത്ര പോയേക്കുമായിരുന്നു. ഒരു സൂസിയാൻറ്റി മരിച്ചുപോയി, അവിടെ പോയതാ. അമ്മയുടെയും മമ്മിയുടെയും റിലേറ്റീവ്. അവിടെ പോയിച്ച് വന്നപ്പോ കഴിക്കാൻ മേടിച്ച് കാറിലിരുന്ന് മറ്റേത് ഞങ്ങൾ കഴിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മേടിച്ചതാ. തിരിച്ചു വന്നപ്പോഴാട്ടോ മേടിച്ചേ. അവിടെ അവന് പരിചയമുള്ള ഒരു വാഴക്കാലം അവിടെ എങ്ങാണ്ടൊരു പാലം കയറിയപ്പോ അതിന്റെ താഴെ ഈ ബേക്കറി. അവൻ അതിലേ പോകുമ്പോ മേടിക്കണ. ബേക്കറിയുടെ പേരെന്നാ അറിയില്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലെന്നേ. വണ്ടി ഒരുപാട് നീക്കിയിട്ടായിരുന്നത്. അതാവും വരുമ്പോ ചോദിക്കാം. നല്ല ഉഗ്രൻ മീൻകറി, വിളമീന. കാപ്പി തട്ടെ കേട്ടോ. ബ്രൂ, ടാറ്റ ഇൻസ്റ്റന്റ് ബ്രൂ അല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നോക്കാം. അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനവും ഉണ്ട്. കൊച്ചു സാധനങ്ങളാ. ആണോ? എന്നതാണെങ്കിലും കൊച്ചതാണെങ്കിലും വലുതാണെങ്കിലും കൊണ്ടുവന്നതിലാണ് അതിന്റെ മഹത്വം. ഇന്നത്തെ കോട്ട് നമ്പർ 1 പിടിച്ചോ. ഇനി ഇഷ്ടം പോലെ കോട്ട് നമ്പറുകൾ വന്നോണ്ടിരിക്കും. ഇത് കഴിച്ചത് പ്രാണി വന്നു തുടങ്ങിയത്. പ്രാണി അത് മൂടി വയ്ക്കും. ബട്ടർ ബൺ അതിലേക്ക് വെക്കാം. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, എനിക്ക് ഈ നെയ് റോസ്റ്റും മീൻകറിയോടുമുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് എത്ര പ്രിയമാണെന്ന് കേട്ടോ. എനിക്ക് വേറെ എന്ത് ചട്നിയോ ചമ്മന്തിയോ അതുപോലെ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിലും ഇതിനോളം വരില്ല കേട്ടോ മറ്റൊന്നിനോടുള്ള ഇഷ്ടം. അത്രയ്ക്ക് പ്രിയമാണ് എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ. ഇഡ്ഡലി മീൻകറിയാണ് ഞാൻ ഏറ്റവും ആദ്യം കഴിച്ച് തുടങ്ങിയൊരു കോമ്പിനേഷൻ. പക്ഷെ പിന്നീട് ഞാനത് ദോശയിലേക്കും നെയ് റോസ്റ്റിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. എനിക്ക് നെയ് റോസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം മീൻകറി ഉണ്ടോ അമ്മയെന്ന് ചോദിക്കാം. മീൻകറി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. എനിക്ക് ആ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അത് വലിയ താല്പര്യമൊന്നുമില്ല. ചുമ്മാ തേങ്ങ അരച്ച് വെച്ചേക്കണ ഒരു രുചി എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ കേട്ടോ. എന്തോ തക്കാളി ചട്നി അതിനേക്കാൾ ഇഷ്ടം. ഇന്ന് മമ്മിയും വല്യപ്പയും ബിജുവും ഞാനും കൂടെ ഒരു യാത്ര പോയി. അതിന്റെയാണ് ബണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. ക്രീം ബൺ. അത് സമോസൊക്കെ ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ചു. ഇരിക്കുന്നു ഒളിഞ്ഞു നോക്കുന്നു. ഒരു ചേച്ചി മരിച്ചെടുത്ത് പോയതാട്ടോ. അപ്പൊ എനിക്കും പോകേണ്ടതായിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മുടെ ബൊഗൈൻവില്ല മേടിച്ച കാര്യമൊക്കെ വല്യപ്പ ചോദിച്ചു. ഇന്നോയി എന്നാ മോളും കൂടെ എവിടെ പോയി അത് മേടിച്ചെന്ന് ചോദിച്ചു. പുതിയകാവിൽ ആ പോണ വഴിയെല്ലാം നഴ്സറികളുണ്ടല്ലോ നമ്മുടെ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടത്തെ ബൊഗൈൻവില്ല നിറഞ്ഞു കൊലഞ്ഞു കിടക്കുക, കംപ്ലീറ്റ് മതിലേറ്റ്. അവിടെ ഭയങ്കര ഭംഗി. അവിടെ എല്ലാ ചെടിയും നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ വളവും കാര്യങ്ങളും ചോദിച്ചു. വല്യപ്പ പറഞ്ഞാൽ ഞാനിതൊക്കെ അന്ന് വെട്ടിയതാ കഴിഞ്ഞ കൊല്ലത്തെ. അപ്പൊ എന്നോട് പറഞ്ഞു, വേനൽക്കാലം കഴിഞ്ഞ് മെയ് മാസം മഴ തുടങ്ങി കഴിയുമ്പോ ഇലച്ചാർത്ത് കണ്ടമാനാവും. ആ സമയത്ത് കംപ്ലീറ്റ് വെട്ടിക്കളയണം. അവിടെ ഒത്തിരി ചെടികളുള്ള വീടാട്ടോ, ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ വീട്ടിലാ. എന്നിട്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മഴയത്ത് ആർത്തു വരും. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ മാസം ആകുമ്പോൾ സെക്കൻഡ് ട്രിപ്പ് വെട്ടി നിർത്തുക. അപ്പം എന്നാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേനലിലേക്ക് വരുമല്ലേ, ഇങ്ങനെ തളിര് പോലെ വനയിലെല്ലാം പൂവായിക്കോളും.
പിന്നെ അവിടെ ഇടുന്നത് ചാണാപ്പൊടി ഉണ്ടെങ്കിൽ ചാണാപ്പൊടി ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ വളം മേടിക്കുന്നത് ഒരേ തരിയൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ശരിക്കും വേണ്ടത് അതിന് ഇതാണ് വെയില്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എന്നാ മാനുവറിങ് നടത്തണമെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ് മെയ് മാസം ഒടുക്കാകുമ്പോൾ മഴ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് പോട്ടിന്ന് വേറെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ മണ്ണിന്റെയോ പോട്ടിലേക്ക് മാറ്റാൻ. ചട്ടി ഉണ്ടല്ലോ ഇവിടെ, മൺചട്ടി ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാന്നോർത്താ ഇരിക്കണം. ഇന്നിപ്പോ പോയപ്പോ എന്നോട് പറഞ്ഞതാ. കടുത്ത സൂര്യരശ്മികളെ നമ്മളെല്ലാവരും ക്ഷീണിതരാവില്ലേ കടുത്ത സൂര്യരശ്മികൾ ഏൽക്കുമ്പോ. പക്ഷെ ഈ കടുത്ത സൂര്യരശ്മികളെ പ്രണയിക്കുന്ന ചെടിയാണ് ബോഗെയിൻവില്ല. പക്ഷെ തളരണ ചെടിയാ ബിഗോണിയ. പ്ലസ് ചെറിയൊരു വെയിൽ വന്നാ മതി. ആന്തൂറിയോ അങ്ങനെയാ, അതൊക്കെ അങ്ങനെയാ, ഷെയ്ഡിൽ വെക്കണം. പക്ഷെ ബോഗെയിൻവില്ല പൂക്കൾ അങ്ങനെയല്ല, സൂര്യന് നേരെ തീക്ഷ്ണമായി ഉദിച്ചു നിൽക്കുന്ന പൂവാ അല്ലെ. സൂര്യരശ്മികൾ തീക്ഷ്ണമായി ജ്വലിച്ച് താഴേക്ക് പതിക്കും. അപ്പൊ അതിന് തളരാതെ അതേ ശക്തിയോടുകൂടി പുഷ്പിച്ച് സുന്ദരികളായി നിൽക്കുന്ന പൂക്കളാണ് ബോഗെയിൻവില്ല. ഒരിക്കലും ബോഗെയിൻവില്ല പൂക്കള് തളർന്ന് കണ്ടിട്ടില്ല. വൈകുന്നേരം ആവുമ്പോ ഇലയൊക്കെ ഒന്ന് വാടും, എന്നാൽ അല്ലാതെ പൂക്കൾ ഒരിക്കലും തളർന്ന് കണ്ടിട്ടില്ല. ഞാൻ വന്ന കാലത്ത് അവിടെ ആ മതിലിന്റെ അവിടെ കാർഷെഡിന്റെ പുറത്തുള്ള കാർഷെഡിന്റെ അവിടെ തൊഴുത്തിന്റെ അവിടെ ആ കട്ട നാടൻ ഇത് എന്തുമാത്രമായിരുന്നു. അത് വെട്ടിക്കുത്തി ചട്ടിയിലാ ഇപ്പൊ വെച്ചേക്കണത്. മറ്റേത് വെട്ടിക്കളഞ്ഞ അവിടെ എന്തോ മതില് രണ്ടാമത് പണിതില്ലേ അന്നേരം. പിന്നെ അതുപോലെ ഇവിടെയും പഴയ മിറ്റായിരുന്നപ്പോ അതിന്റെ ഓരോ മുട്ടിന്റെ അവിടെ അപ്പൊ അത് നട്ടതുണ്ടായിരുന്നു പണ്ട്. എന്നിട്ട് അതൊക്കെ പിന്നെ വെട്ടിപ്പറിച്ച് കളഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ മിറ്റമൊക്കെ ഇതാക്കിയപ്പോ അതൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞു. അതിപ്പോ നമ്മൾ മേടിച്ചാൽ ഇപ്പൊ മമ്മി എന്നോട് പറഞ്ഞു മെയ് മാസം ആകുമ്പോ വേണ്ട തളിരും കൊമ്പും അന്നേരം വെട്ടിക്കൊണ്ട് വന്ന് ഇതിലേക്ക് കുത്താൻ പറഞ്ഞു മതിലിന്റെ അരികു വഴി. അവിടെ ഏതൊക്കെ കളറുണ്ട്? പിങ്കും വെള്ളയും, പിന്നെ ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് ഒന്നുമില്ല, പിന്നെ ആ യെല്ലോ ഉണ്ട്. യെല്ലോ അതെല്ലാം നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഈ പിങ്കും വെള്ളയാണ് കൂടുതലും അവിടെ. പിന്നെ ഇലയ്ക്ക് ഡിസൈൻ ഉള്ളതില്ലേ, അതുണ്ട്. അതും പിങ്ക് തന്നെയാ അവിടുത്തെ കളർ. അതും കൊണ്ടുവരാം നമുക്ക്. എന്തായാലും ഈ വർഷം അത് വെക്കണം. എല്ലാ വർഷവും മഴക്കാലത്ത് ഓർക്കും അത് നടണം എന്ന്. ഒരിക്കലും നടക്കില്ല. ഈ വർഷം എന്തായാലും ചെയ്യണം. നീ ഇത് കഴിച്ച് എന്നിട്ട് വേറെ പരിപാടി ഉണ്ട്. അങ്ങനെ ക്രീം ബണ്ണ് ഞാൻ കഴിക്കാനെടുത്തു. കുറേ നാളായി ക്രീം ബൺ കഴിക്കാനെടുത്തിട്ട്. അപ്പോൾ പണ്ടൊക്കെ വല്ലപ്പോഴൊക്കെ മേടിക്കാറുണ്ടെന്നേ ഉള്ളൂ. കാരണം മധുരമായതുകൊണ്ട് അങ്ങനെ അധികം മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ക്രീം ബൺ കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയതുകൊണ്ട് അതൊന്ന് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എരിവുള്ളൊരു ഫുഡ് കഴിച്ചതിന് ശേഷമാണല്ലോ ഒരു മധുരം കഴിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ. സാധാരണ ക്രീം ബൺ എന്ന് പറയുമ്പോൾ നല്ല കുത്തലും മധുരവും ആ ക്രീമിന് അത്രയും റിച്ച്നെസ്സും ഫീൽ ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ഒരു നല്ല റിച്ച്നെസ്, ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ടേസ്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ ക്രീമിന് പ്രത്യേകിച്ചും. അതുപോലെ ഏലക്കയുടെ രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് തുറക്കാൻ റെഡിയാണോ? തുറക്കാൻ റെഡിയാ. ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി ഒരു മരണം. നട്ടുച്ചയ്ക്ക് വന്ന് കയറി. കാരണക്കാ പോണത്. പക്ഷെ ഇന്ന് എൻ്റെ അമ്മ വീട്ടിലെ ഒരു മരണം, അതിനും പോയി നട്ടുച്ചയ്ക്ക്. അത് പിന്നെ വല്യപ്പയും മമ്മിയും ബിച്ചാച്ചനും പോയി ആ കൂടെ അങ്ങ് പോയി. അതും നട്ടുച്ചയ്ക്ക് വന്ന് കയറിയത്. വേറെ ശല്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാം ഇപ്പം മരണങ്ങളുടെ ഘോഷയാത്രയാണ് കുറച്ചായി. ഇന്നലെ മരിച്ചത് നല്ല പ്രായമുണ്ട്, 90 വയസ്സോളായി. എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം വരും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഇന്ന് മരിച്ചത് പ്രായം എങ്കിലും 70+. സുഖമില്ലാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച മരണമാണ്. അപ്പൊ അതൊക്കെ എല്ലാവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ അതുകൊണ്ട് എനർജി ഇച്ചിരി കുറവാണ്. കാരണം യാത്രകൾ അടുപ്പിച്ചുണ്ടായിരുന്നുകൊണ്ട്, വേറെ ഒന്നുമല്ല. പിന്നെ രാത്രി സമയം 7:30 വെള്ളിയാഴ്ച 30-ാം തീയതി വെള്ളിയാഴ്ച, ജനുവരി 30 കേട്ടോ. അപ്പൊ ഓരോന്ന് എടുക്കാന്നാ. ഏത് കളർ കവർ ആദ്യം തുറക്കണേ? എനിക്ക് തോന്നി ഇതല്ലേ എപ്പോഴും ആദ്യം തുറക്കാറ്. ഇതാ ചാക്ക് കവറാണല്ലോ. പക്ഷെ ഈ ചാക്ക് കവറേ നല്ലതാണ്. കൂടുതൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ വലിഞ്ഞു പൊട്ടും. ഞാൻ ആദ്യം വിചാരിച്ചത് സംഭവം അടിപൊളിയാണല്ലോ എന്ന് തോന്നി. പക്ഷെ ഒത്തിരി സാധനങ്ങൾ ഇട്ട് അത് ഡ്യൂറബിലിറ്റി കുറവാട്ടോ. സംഭവം നല്ല ഐഡിയ ആണ്. കൂടുതൽ സാധനം ഇടണ്ടാന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം മേടിച്ച് ഗുവായുടെ ജ്യൂസ് കുടിക്കാം. അപ്പൊ കുറച്ച് കഴിയുമ്പോ കുടിക്കാം. ഇത് ടിഷ്യൂ പേപ്പറാ. അതൊന്നും മറ്റേ അമ്മയ്ക്ക് വലിയ മീച്ചയില്ല. അല്ല എനിക്കിവിടെ അവിടെ ഇരിപ്പുണ്ട് ബർത്തില്. ടിഷ്യൂ പേപ്പറിന് അവിടെ വില കുറവാ. എവിടെയാ? ബേക്കേഴ്സേ. ബേക്കേഴ്സ്. ഒരെണ്ണം 50 രൂപയാ. പക്ഷെ 2 എണ്ണത്തിനും കൂടി 66 രൂപ എടുത്തോളൂ. ആണോ? 33 രൂപ ഒരെണ്ണത്തിനായുള്ളൂ. മനസ്സിലായി. ഇതെന്നാന്ന് എനിക്ക് പിടികിട്ടിയില്ലല്ലോ. തീരാറായിരിക്കുക ഇവിടെ, അതുകൊണ്ടാ.
പക്ഷെ ഇവിടെ ഇത് തീരാറായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ക്ലിംഗ് റാപ്പ് തീർന്നിട്ടില്ല. അതാ തീർന്നിട്ടില്ല ഇവിടെ. തീർന്നു കഴിയുമ്പോ ഉപയോഗിക്കാം. ഉപയോഗിക്കാം. 100 രൂപ. 100 രൂപയൊന്നും അല്ല. ക്ലിംഗ് അല്ല 180 അല്ലേ? 180 ക്ലിംഗ് ഫിലിം എന്നാ ഇതിലെഴുതണം. അത് അവരുടെ റേറ്റ് 135 അവരെടുത്തിരിക്കണേ. ഒന്നുകൂടി തിരിച്ചോ, റിവോൾവ് ചെയ്തോ. അതെ, ഇവിടെ ഉണ്ടാവും. നോക്കിക്കോ, അവരുടെ റേറ്റ് 135 കേട്ടോ. ബേക്കേഴ്സ് ആണോ? അതെ അതെ, ബേക്കേഴ്സിൽ ഞാനിത് മേടിച്ചത്. അതാണ്. തീർന്നു കഴിയുമ്പോ എടുക്കാം. പെട്ടെന്നായിരിക്കും തീരണേ. അതായിരിക്കും. അമൂലിന്റെ വിപ്പിംഗ് ക്രീം ഐസ്ക്രീം ഉണ്ടാക്കാൻ. ഏത് ഐസ്ക്രീമിനാ അത്? അത് ഇപ്പൊ ഉണ്ടാക്കാനല്ല, സമ്മർ ആയതുകൊണ്ട് ഞാനിത് കണ്ടപ്പോ മേടിച്ചു വെച്ചതാണ്. പിന്നെ ഇതാണ് നീ പറഞ്ഞത് സംഭവം. ഇതിന്റെ റേറ്റ് 90 രൂപ. വിപ്പിംഗ് ക്രീം അത് പൊട്ടിച്ചാൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാ പോരെ? മതി. ഇതാണ് അപ്പയുടെ സാധനം. ഞാൻ പറഞ്ഞില്ലേ അപ്പയ്ക്ക് വിപ്പിംഗ് ക്രീം അല്ല, വിപ്പിംഗ് ക്രീം പോട്ടെ, നട്ടീസ് വിപ്പിംഗ് ക്രീമിന്റെ. അത് നട്ടീസ് അമ്മയ്ക്കും മറ്റേ വലിയ താല്പര്യം. എനിക്ക് വലിയ താല്പര്യം ഇല്ലാതെ. നാളെ അപ്പ പറഞ്ഞില്ലേ കാഡ്ബറിയുടെ ഉണ്ട മിഠായി അവിടെ ഇരിപ്പുണ്ട്, മേടിക്കണോന്നൊക്കെ ചോദിച്ചില്ലേ? എവിടെയോ ഇരിപ്പുണ്ടെന്ന് അപ്പ പറഞ്ഞു. അത് മേടിക്കണോന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ഓർത്ത് നട്ടീസ് അപ്പയ്ക്ക് ഇഷ്ടമാണല്ലോ. പണ്ട് സ്ഥിരം മേടിക്കുമായിരുന്നു. അതെന്തിനാ മേടിച്ചതെന്നറിയോ? എന്നോട് പറഞ്ഞു ഇന്നലെ. കുൽഫി എന്നോട് പറഞ്ഞായിരുന്നു. ഇത് ബേക്കേഴ്സിലെ 104 രൂപ. 104 രൂപയുടെ ബദാമാണ്. 1 കിലോ 950 രൂപ. ഇത് കാഷ്യൂ 112 രൂപ. 1 കിലോ എത്രയാ? 920 രൂപ. മറ്റേതിന്റെ വിലയും പറഞ്ഞു. അത് രണ്ടും കുൽഫി ഉണ്ടാക്കുമ്പോ ഇടാനാ. ഇനിയിപ്പൊ തണുത്ത സാധനങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ. ബില്ല് ബേക്കേഴ്സ് അതിലെ കഴിഞ്ഞു അല്ലേ? ടോട്ടൽ ബില്ല് പറഞ്ഞു, തുക പറഞ്ഞു. അവിടുത്തെ ടോട്ടൽ എമൗണ്ട് 550 രൂപ കേട്ടോ. ടോട്ടൽ അല്ലേ? ഇനിയിപ്പോ അടുത്തതാ. അതെ, അടുത്ത കവറ് കസ്റ്റർഡ് മാംഗോ ആയിരിക്കും. മാംഗോ എനിക്ക് തോന്നുന്നു മാംഗോ തീർന്നു ഇവിടെ അല്ലേ? നാളെ നീ നോക്കിയപ്പോ മാംഗോ തീർന്നു എന്ന് പറയണ ഞാൻ കേട്ടു. ഇവനൊക്കെ ഇവിടെ സ്ഥിരം ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മമ്മി ഇന്ന് പോയപ്പോ പറയായിരുന്നു ചുമ വന്നാൽ നിക്കണില്ലെന്ന്. ഭയങ്കര കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് എല്ലാവർക്കും ഇതാട്ടോ, ജലദോഷവും തുമ്മലും ചുമയൊക്കെ എല്ലാ വീടുകളിലും നിരപ്പിനുണ്ട്. കോട്ടപ്പടിയിലെ 2 ദിവസം മുമ്പ് അമ്മായി വിളിച്ചപ്പോ പറയാ പിള്ളേരൊക്കെ മരുന്നും കണ്ടാ സ്കൂളിൽ പോണേ, അല്ലാണ്ട് നിവൃത്തിയില്ല. നൈജ് മരുന്ന് കൊണ്ട് നടക്കണു, എല്ലാവരും മരുന്നുമായിട്ടാണ് പോണേന്ന്. ജോലിക്ക് പോകാതെ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ അമ്മായിക്കും ചുമയുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്നതാ പോലും? അതൊരു പാന്റാ. ആണോ? അതെന്താ ഫോർമൽ വെയർ ആയിട്ട് ഇപ്പൊ പാന്റൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി മേടിച്ചതാ. ആദ്യം മേടിച്ചപ്പോ എനിക്ക് അത് ഇട്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ബ്ലൂ ആണ് എക്സ്ചേഞ്ച് ചെയ്തത്? അല്ല, ബ്ലൂ അവിടെ ഇരിപ്പുണ്ട്. അത് പാകാണോ? അത് കറക്റ്റ്, അത് നല്ല ഭംഗിയാണ്. അതൊക്കെ ഇടാം ഫോർമൽ വെയർ ആയിട്ട്. ചോക്ലേറ്റ് ബ്രൗൺ പാന്റാ. അപ്പയുടെ പാന്റ് പോലെ ഇല്ലേ? വില പറഞ്ഞു. വിലയുടെ ബില്ല് ഞാൻ കാണിക്കാം. വിടുത്തി കാണാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാ മേടിച്ച ചോക്ലേറ്റ് ബ്രൗൺ, കോഫി ബ്രൗൺ പാന്റാ. അത് പാകമായിരിക്കും. ഇങ്ങനെ കാണിക്കും. കുർത്ത ടോപ്പുകളൊക്കെ ഇടാം ഇതിന്റെ കൂടെ. ഷോർട്ട് കുർത്തീസ് ഒക്കെ ഇടാം. അല്ലാത്ത ഷർട്ടും ഒക്കെ ഇടാം. ഇലാസ്റ്റിക് അല്ല, പാന്റ് ആയിട്ടുള്ള ഷർട്ടും ഒക്കെ ഇടാം ഇതിന്റെ കൂടെ. കൊള്ളാം, നല്ല പാന്റ് കേട്ടോ. എനിക്ക് ഇട്ടിട്ടും വളരെ ഇഷ്ടമായിരുന്നു. അത് പാകം അല്ലേ? ഇതൊന്ന് ട്രൈ ചെയ്യണം. മറ്റേത് മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമായി. നീ എടുത്തു വെച്ചോ. ഇട്ടാ മതി. മേടിച്ചു കൂട്ടിയിട്ട് മാത്രം കാര്യമില്ല, യൂസ് ചെയ്യണം. അവിടെയാണ് കാര്യം. അതാണ് അടുത്ത പോയിന്റ്. ചറ പറയാ. കാരണം യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു. ആ വൈറ്റ് ബോർഡിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാല് പോളിത്തീൻ കവറിലേക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. ഇങ്ങനെയോ? താഴെ എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒരുമിച്ച് ബലം കിട്ടുമായിരിക്കും അല്ലേ? ഒതുക്കി കയറ്റിയാ മതി. നോക്കാം. അല്ല ഒതുക്കാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഈസി ആയിട്ട് അകത്തേക്ക് കയറ്റാൻ പറ്റും. അതിനാണ് ആ വൈറ്റ് ബോർഡ് വെച്ചേക്കുന്നത്. അങ്ങനെയല്ലേ? കണ്ടോ? അപ്പൊ എളുപ്പത്തിൽ കയറ്റിയില്ലേ? അങ്ങനെ വെച്ചാ മതി.
അത് ഇട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം, അന്നേരം ശരിക്കും കാണാലോ. പുറത്തേക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോ ഇപ്പൊ ഞാൻ ചുളുങ്ങിയൊക്കെ ആട്ടോ ഇരിക്കണത്, അത് കുഴപ്പമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഇതാണ് നീ പറഞ്ഞ ചെമ്മീൻ പരിപ്പല്ലേ? 357 അവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞതാ ഞാൻ മേടിച്ചത്. 357 രൂപ 150 ഗ്രാം. ഇതില്ലേ, ഇത് പണ്ട് ചെറാല വല്യമ്മച്ചിയുടെ അവിടെ ചെല്ലുമ്പോൾ സ്ഥിരം ചെറാല വല്യമ്മച്ചിയുടെ അവിടെ ഇത് കഴുകി വാരിയച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തേച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് തരും. നല്ല രുചിയാ ഇത്. ആണല്ലേ? നല്ല രുചിയാ. അമ്മ അത് പറഞ്ഞുകൊണ്ട് ഞാനത് കണ്ടപ്പോ വളരെ നന്നായി മേടിച്ചത്. എനിക്ക് ആദ്യം കണ്ടപ്പോ പിടികിട്ടിയില്ല ഇങ്ങനെ ഇത് പണ്ടുണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ഇത് നിർത്തലാക്കിയായിരുന്നു. ഞാൻ ഗ്ലേസ് ചേച്ചിയോട് പണ്ട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഗ്ലേസ് ചേച്ചി പറയും ഇപ്പൊ കാണാനില്ല ലിനി മോളെ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് കാണലില്ല എന്ന് പറയാം. പരിപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും അകത്തുള്ള മാംസം അല്ലേ? അതെ, അങ്ങനെ ഉണക്കണതാ. മാംസമായിട്ട് എടുത്തിട്ട് തോടൊക്കെ പൊളിച്ചതാണ്. തലയും വാലും കളഞ്ഞേച്ച് മാംസമായിട്ട് ഉണക്കണതാന്നാ ഞാൻ മനസ്സിലാക്കണത്. എനിക്ക് വ്യക്തമായിട്ട് ധാരണയില്ല. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേരേട്ടോ. നല്ല സാധനം, നല്ല വിലയാ, നല്ല വിലയാ ഇതിന്. നല്ല സാധനം, നല്ലതാ. ലുലുന്നാണോ? അതെ അതെ അതെ, അത് അങ്ങനെയുള്ളിടത്ത് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളൂ. അമ്മക്ക് പറ്റിയതാണോ? സോപ്പ് പെട്ടി എടി, ഇത് വലുതാടി. ഇതില് ചെറുത് കിട്ടില്ല അല്ലേ? ഈ വലിപ്പമുള്ളത് ഞാനിപ്പോ ഡെറ്റോൾ സോപ്പ് ഇട്ട് അവിടെ ഗ്രില്ലിന്റെ ഇടയ്ക്ക് വെച്ചേക്കണം. ഇതിലും വലുത് ചെറുത് കിട്ടൂല അല്ലേ? ഇത് എവിടെന്നാ ഇത്? ഇത് ഞാൻ ലുലുന്ന് മേടിച്ചാ. ലുലുവിൽ തന്നെ അല്ലേ? ഓൾ ടൈം. അത് വേണമെങ്കിൽ നിന്റെ സോപ്പ് ഇടാൻ എടുത്തോ. എന്റെ പറ്റിയതല്ലേ, ഞാൻ എടുത്തോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇതിലും ചെറുതായിരിക്കണം അവിടെ ഗ്രില്ലിന്റെ അവിടെ. അങ്ങനത്തെ എനിക്ക് കിട്ടൂല അല്ലേ? കാരണം അങ്ങനത്തെ ഇല്ല. അല്ല, ഞാനൊരു സെൻട്രൽ മാളിൽ വന്നിട്ടുണ്ട്, അന്നേരം അവിടെ കയറി നോക്കാം. ഇത് അത് പറഞ്ഞല്ലോ 29 രൂപയാണ് വെച്ചേക്കണ. കുപ്പി കഴുകി ഉണക്കിയിട്ടുണ്ട്. ഏതായാലും കോണിന്റെ വില ഇതിനെന്നെ വില? അതിന് 68 രൂപ. 68. അതിലുണ്ട് കൂട്ടോ. അതെ, കാണിച്ചേക്കാം. 68 രൂപ. 68 രൂപ. കോണിന്റെ വിലയും പറഞ്ഞേരെ. 29 രൂപ. 29 അല്ലേ? നല്ല കോണാ. പക്ഷെ നല്ല കോണാ, നല്ല ഭംഗിയുണ്ട്. ബില്ല് ഇതിൽ കിടപ്പണ്ടേ? ബില്ല് ലാസ്റ്റ് കാണിക്കാം. ഇനിയുണ്ടോ സാധനങ്ങൾ? കുറെ ബില്ല് ഏതാണ്ടൊക്കെ ഇതിൽ കിടപ്പുണ്ടല്ലോ. ബീൻസ് ആയിരിക്കും. അത് ബീൻസും ഒരു ക്യാരറ്റും. ക്യാരറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ ഒരെണ്ണം മേടിച്ചു. നല്ല ഫ്രഷ് ബീൻസാ. അത് ലുലു നല്ല പച്ചക്കറി കടയെന്നാ. അത് ഞാൻ ഒരു കവറിലിട്ട് വെച്ചേക്കാം. ഇന്ന് എടുക്കണുണ്ടാവൂലല്ലോ. ഞാൻ മാറ്റി വെച്ചേക്കാം. ഉപയോഗിച്ചില്ലെങ്കിൽ അമ്മ വല്ല കറിക്കൊക്കെ എടുത്തോ. അല്ല, എനിക്ക് വേണ്ട, ഇവിടെ പല സംഗതികളും ഉണ്ട്. അല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എടുക്കാം. അതെ, അപ്പൊ ഇന്നത്തെ പർച്ചേസ് ഇത്രയാണ്. അപ്പൊ ഇതിന്റെ ബില്ല് ഐറ്റംസ് കുറവാണെങ്കിലും ഉള്ളതിനൊക്കെ നല്ല വിലയുള്ളതാ. ഇതിൽ നോക്കിച്ച് പറഞ്ഞു കുറെ ഏതാണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ലുലുന്ന് മേടിച്ചത് 446 രൂപയാണ്. പ്ലസ് ഒരു കസ്റ്റാർഡ് 55 രൂപയാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾ ചെറിയ എന്തെങ്കിലും ഇതായിരിക്കുള്ളൂ. അതെ, അതിന് 12 രൂപ വെജിറ്റബിൾ. പിന്നെ അതിന്റെ പറഞ്ഞല്ലോ ബേക്കേഴ്സിൽ നിന്നുള്ളത് ടോട്ടൽ 550 രൂപ. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയായെന്നറിയോ? ലുലു പ്ലസ് ബേക്കേഴ്സ് 1063 ടോട്ടല്. മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ അമ്മയ്ക്ക്? ചെമ്മീൻ പരിപ്പ്. പണ്ട് കഴിച്ച ഓർമ്മയാ. അതെനിക്കറിയാം. ചെറായിലെ വല്യമ്മച്ചി കോട്ടപ്പടിയിലെ അമ്മച്ചിയുടെ വീട്ടിലേക്കും കൊണ്ടുവരുമായിരുന്ന, ഞങ്ങളുടെ തിരുമറിയിൽ ഞങ്ങളുടെ വീട്ടിലേക്കും വരുമ്പോ കൊണ്ടുവരുമായിരുന്നത്. നമുക്കൊന്ന് വെച്ച് നോക്കാട്ടോ. നാളെ എടുക്കാം. നാളെ പിന്നെ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ ബീറ്റ്റൂട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ബ്രെഡ്, സാധാ ബ്രെഡ് വേണം, അതും മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അതെന്നാന്ന് വെച്ചാൽ ഷൈല പറഞ്ഞു തന്ന റെസിപ്പിയാണ് ബീറ്റ്റൂട്ട് കൊണ്ട്. നല്ല ടേസ്റ്റ് അതിന്. അത് നമുക്ക് നാളെ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഈ ചെമ്മീപ്പരിപ്പ് നാളെ വറക്കാം, എന്നിട്ട് ചോറിലിട്ട് ഇളക്കി തിന്നാം, കഴിക്കാം. നല്ല രുചിയത്. പണ്ടത്തെ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പൊ ശരി എന്നാ. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇതൊക്കെയാണ്. അതെ.